ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പം നമുക്ക് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. പിന്നെ ഇതിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമല്ലോ. ഈ സിമ്പിൾ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1/2 ടീസ്പൂൺ പാർസ്ലേ, ഡ്രൈഡ് പാർസ്ലേ ആണ്. ഈ ഒറിഗാനോയും പാർസ്ലേയും ഓപ്ഷണലാണ്, അത് കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വറുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ വറുക്കാനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആൻഡ് ക്രിസ്പി ആവും. അതുവരെ 2 സൈഡും വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. പച്ചമുളക് എരിവിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, അതായത് ആ വെളുത്ത ഉള്ളിയുടെ ഭാഗം, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് ബീൻസ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രീൻ പീസും ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. ഇത് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ബീൻസും ക്യാരറ്റൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 4 മുട്ട, ഞാൻ മുട്ട ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മുട്ട ഒന്ന് കുക്കാവുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ്റെ പീസ്, ഞാനിവിടെ ആ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുക, കാരണം കുറച്ച് വലിയ പീസായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെറിയ പീസായിട്ട് തന്നെ എടുത്തിട്ട് വറുക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് സോസസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സോയ സോസും, 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസും, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കുക, ഒന്ന് ചൂടാവണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് ബസ്മതി അരി ഞാൻ വേവിച്ച് വെച്ചതാണ്. 3/4 വേവിച്ചാൽ മതി. പിന്നെ ഇത് ഒന്ന് തണുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അടുത്ത ദിവസം എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ച ചോറ് ഒന്ന് തണുപ്പിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസ്, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് ആക്ച്വലി തട്ടുകട സ്റ്റൈൽ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യം പോലും ഇല്ല. ഈ റൈസ് അങ്ങനെ കഴിക്കാം. അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ സ്കൂളിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൻ.